സഹോദരങ്ങളെ, ഇനി ജബ്ബാർ പറയുന്ന അടുത്ത വാദം എന്താണ്? സൂറത്ത് അഹ്സാബിൻ്റെ 4-ാമത്തെ ആയത്തിൽ തുടർന്ന് ഖുർആൻ പറയുന്നൊരു കാര്യം, വമാ ജഅല അസ്വാജക്കുമുല്ല ഈ തുലാഹിറൂന മിൻഹുന്ന ഉമ്മഹാത്തിക്കും ആണ്. നിങ്ങൾ ഏതൊരു ഭാര്യമാരെ സംബന്ധിച്ചാണോ മുലാഹറ നടത്തുന്നത്, അങ്ങനെയുള്ള നിങ്ങളുടെ ഭാര്യമാരെ അള്ളാഹു നിങ്ങളുടെ മാതാക്കളാക്കിയിട്ടില്ല. ഉമാ ജഅല അസ്വാജക്കുമുല്ലാഹി തുലാഹിറൂന മിൻഹുന്ന ഉമ്മഹാത്തിക്കും എന്നാണ്. നിങ്ങൾ ഏതൊരു ഭാര്യമാരെ സംബന്ധിച്ചാണോ മുലാഹറ നടത്തുന്നത്, അവരെ അള്ളാഹു നിങ്ങളുടെ മാതാക്കളാക്കിയിട്ടില്ല. ഇവിടെ ജബ്ബാർ പറയുന്ന സംഗതി, ഒന്ന് മുഹമ്മദ് പറയുന്നത്, അത് ഖുർആനിൽ പറഞ്ഞതിനെ പറ്റിയാണ് അവൻ പറയുന്നത്. മുഹമ്മദ് പറഞ്ഞത് പ്രസവിച്ചവരാണ് മാതാക്കൾ എന്ന് പറയുന്നു. എന്നിട്ട് അതേ ഖുർആൻ തന്നെ മുല കൊടുത്ത സ്ത്രീ മാതാവാണെന്ന് പറയുന്നു. കഴിഞ്ഞില്ല. അതേ ഖുർആൻ തന്നെ മുഹമ്മദിൻ്റെ ഭാര്യമാർ മുഅ്മിനുകളുടെ മാതാക്കളാണെന്ന് പറയുന്നു. എന്നിട്ട് മൂപ്പര് വലിയ ഗൗരവത്തിൽ കാര്യമായിട്ട് പറയുന്നൊരു സംഗതി എന്താണ്? സൂറത്ത് മുജാദിലയിൽ, അതായത് 58-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ സൂക്തത്തിൽ, ഇന്നുമ്മഹാത്തുഹും മില്ലല്ലാഹി വലദിനഹും, അവരെ പ്രസവിച്ചവരാണ് അവരുടെ മാതാക്കൾ എന്ന് പറയേണ്ടത്. ഇവിടെയും കഥയില്ലാതെ ആട്ടം കാണാണ് യഥാർത്ഥത്തിൽ ജബ്ബാർ ചെയ്യുന്നത്. ഈ മനുഷ്യന് യാതൊരു കഥയില്ല എന്ന് മാത്രമല്ല, ഭാഷാപ്രയോഗം പോലും എങ്ങനെയൊക്കെയാണ് പ്രയോഗിക്കുക എന്നുള്ളതിനെപ്പറ്റിയും യാതൊരു ചിന്തയും ഇയാൾക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇയാളൊക്കെ എങ്ങനെയാണ് ഒരു മാഷായിട്ട് കുട്ടികളെ പഠിപ്പിച്ചതെന്ന് അത്ഭുതപ്പെടുകയാണ് നമ്മൾ. കാരണം ഏത് ഭാഷയിലും ഒരേ പദം വ്യത്യസ്ത ആശയത്തിലും അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ ഒരാൾ മാതാവ് അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ഉമ്മ എന്ന് പറഞ്ഞു നോക്കുക. അപ്പോൾ ഈ പറയുന്ന പദം കൊണ്ട് അത് കേൾക്കുന്ന ആളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ആശയം എന്തായിരുന്നു? അയാളെ പ്രസവിച്ച സ്ത്രീയെ സംബന്ധിച്ചാണ് മാതാവ് എന്ന് പറയുന്നതെന്നാണ്. ഇത് മനുഷ്യ സമൂഹത്തിൽ പൊതുവെ അംഗീകരിക്കപ്പെടുന്ന ഒരു സംഗതിയാണ്. മാതാവ് എന്ന് പൊതുവിൽ പറയൽ പ്രസവിച്ച സ്ത്രീയെ സംബന്ധിച്ച. വിശുദ്ധ ഖുർആൻ ഇവിടെ ഇന്നുമ്മഹാത്തുഹും മില്ലല്ലാഹി വലദിനഹും, അവരുടെ മാതാക്കൾ അവരെ പ്രസവിച്ച സ്ത്രീകൾ മാത്രമാണ് എന്ന് പറയുമ്പോൾ ഇതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ സൂറത്ത് അഹ്സാബിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞ എന്താണ്? വമാ ജഅല അസ്വാജക്കുമുല്ലാഹി തുലാഹിറൂന മിൻഹുന്ന ഉമ്മഹാത്തിക്കും, നിങ്ങൾ ഏതൊരു സ്ത്രീകളെ സംബന്ധിച്ചാണോ മുലാഹറ നടത്തുന്നത്, അവരെ നിങ്ങളുടെ മാതാക്കളാക്കിയിട്ടില്ല. ഇവിടെ എന്താ സംഗതി? എന്താണ് മുലാഹറ എന്ന് പറഞ്ഞാൽ? തൻ്റെ ഭാര്യയോട് അന്തി കലഹരി ഉമ്മി, നീ എൻ്റെ മാതാവിൻ്റെ മുതുക് പോലെയാണ് എന്ന് പറയുന്നതിനാണ് മുലാഹറ എന്ന് പറയാം. ലഹർ എന്ന് പറഞ്ഞാൽ മുതുക് എന്നാണ് അർത്ഥം. അപ്പോൾ മുലാഹറ എന്ന് പറഞ്ഞാൽ മുതുക് ആക്കുക എന്നാൽ നീ എൻ്റെ മാതാവിൻ്റെ മുതുക് പോലെയാണ് എന്ന് പറയാന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഇനി ഞാനും നീയുമായിട്ട് ബന്ധപ്പെടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ലൈംഗിക ബന്ധത്തിന് ഞാൻ നീയുമായിട്ട് ഇനി ബന്ധപ്പെടില്ല. ജബ്ബാർ പറയുന്നത്, ഇത് ജാഹിലി കാലഘട്ടത്തിൽ സ്ത്രീകളെ ഒഴിവാക്കാൻ, അവരെ വിവാഹമോചനം നടത്താൻ ഉപയോഗിച്ചിരുന്ന ഏറ്റവും നല്ലൊരു പദമാണെന്നാണ്. ഒരു ഭാഷയിലെ പ്രയോഗത്തെപ്പറ്റി പോലും ഒരു ഗന്ധമില്ലാത്ത ഒരുത്തനാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വിവരമില്ലാത്ത ഒരുത്തൻ സ്വയം വിവരമുള്ളവനായി ഞെളിയ. ഇതിലാണല്ലോ നമ്മൾ അല്ലെങ്കിൽ അഹങ്കാരം, ഗർവ് എന്നൊക്കെ പറയാറുള്ളത്.
ഈ ഗർവും അഹന്തയും അഹങ്കാരവുമാണ് യഥാർത്ഥത്തിൽ ജബ്ബാറിനെ വധിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അറബികൾ എന്ന സ്ത്രീകൾ അവർ വളരെ മോശമായി കണ്ടിരുന്ന ഒരു പ്രയോഗമാണ് അന്തികലഹിരി ഉമ്മി എന്ന് പറയുന്നത്. പക്ഷെ ജബ്ബാറിന് അത് മനസ്സിലാവില്ല. കാരണം ജബ്ബാറിന് ഇവിടെ ഖുർആനെ എതിർക്കണം, വിമർശിക്കണം എന്നത് മാത്രമേ ജബ്ബാറിന് ഉദ്ദേശമുള്ളൂ. ഇതിനെ അന്നത്തെ ജാഹിലി സ്ത്രീകൾ എങ്ങനെ കണ്ടിരുന്നു, അല്ലെങ്കിൽ അവിടുത്തെ പുരുഷന്മാർ പോലും എങ്ങനെ കണ്ടിരുന്നു എന്നത് മനസ്സിലാക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഞാൻ നിന്നെ ഒഴിവാക്കി. ഇനിയിപ്പോൾ ജബ്ബാർ പറഞ്ഞ മാതിരി തലാക്ക് എന്നുള്ള പദം പ്രയോഗിക്കേണ്ട, വേറെയും പദങ്ങളുണ്ടാവുമല്ലോ ഒരു ഭാഷയിൽ. തന്നെ ഒഴിവാക്കി, ഞാനും ചെയ്യായിട്ട് ഇനി ഭാര്യ ഭർത്തർ ബന്ധമൊന്നുമില്ല എന്ന് പറയാൻ. അപ്പോൾ അതിന് പകരം ഈ സ്ത്രീയെ നിന്ദിച്ചുകൊണ്ട് അവളെ ദ്രോഹിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അറബികൾ, ജാഹിലി കാലത്ത് അറബികൾ ഈ പദം പ്രയോഗിച്ചിരുന്നത് എന്നത് ചരിത്ര വസ്തുതയാണ്. അറബികൾ തന്നെ സമ്മതിക്കുന്ന ആ കാലഘട്ടത്തിലെ അറബികൾ മാത്രമല്ല, ഇപ്പോഴത്തെ അറബികൾ പോലും സമ്മതിക്കുന്നൊരു വസ്തുതയാണ്. അതിനെയാണ്, അപ്പോൾ ഈ മോശം പരാമർശത്തെയാണ് ഇവിടെ ഖുർആൻ ഖണ്ഡിക്കണത്, അല്ലെങ്കിൽ എതിർക്കണത്, നിരോധിക്കണത്. അങ്ങനെ പറയാൻ പാടില്ല. അഥവാ അങ്ങനെ ഒരുത്തൻ പറഞ്ഞാൽ അയാൾ അതിന് ഇനി ഈ ഭാര്യയുമായിട്ട് ബന്ധപ്പെടാൻ അയാൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അയാൾ പ്രായശ്ചിത്തം നൽകണം എന്നൊക്കെ ഖുർആൻ പറയുന്നത് അതുകൊണ്ടാണ്. അതേ അവസരം ഖുർആന് മറ്റ് രണ്ട് സംഗതി കൂടി പറയുന്നുണ്ട്. ജബ്ബാർ എന്ന പറഞ്ഞ അനുസരിച്ച് രണ്ട് കാര്യവും കൂടി ഖുർആൻ പറയുന്നുണ്ട്. ഒന്ന്, മുലയൂട്ടിയ സ്ത്രീ അവളെ മാതാവായിട്ട് പരിഗണിക്കുന്നുണ്ട്. മലയാളത്തിൽ തന്നെ രണ്ട് പ്രയോഗമുണ്ട്. എന്താണത്? ഒന്ന് പെറ്റുമ്മയാണ്. ആ ഉമ്മയെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഉമ്മ എന്ന് പറയാറുള്ളത്. രണ്ടാമത്തത് പോറ്റുമ്മയാണ്. പോറ്റുമ്മയെ നമ്മൾ ഉമ്മ എന്ന് പറയും, പക്ഷെ അത് യഥാർത്ഥത്തിൽ പെറ്റ ഉമ്മൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന അർത്ഥത്തിലല്ല. അത് പോറ്റുമ്മയെ സംബന്ധിച്ച് മാത്രമല്ല ഉമ്മ എന്ന് പറയൽ. പിതാവിൻ്റെ രണ്ടാമത്തെ ഭാര്യയെ, അല്ലെങ്കിൽ ആദ്യത്തെ ഭാര്യയിലുള്ള മക്കൾ ഉമ്മ എന്ന് വിളിക്കാറുണ്ട്. രണ്ടാമത്തെ ഭാര്യയിലുള്ള മക്കൾ ഒന്നാമത്തെ ഭാര്യയെ ഉമ്മ എന്ന് വിളിക്കാറുണ്ട്. ഇനി ചില അയൽപ്പക്കത്തുള്ള ആളുകൾ അയൽപ്പക്കത്തെ മുതിർന്ന സ്ത്രീകളെ ഉമ്മ എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പ്രായവും ഇതൊക്കെ ഉള്ള സ്ത്രീകളെ ബഹുമാനിച്ചുകൊണ്ട് ഉമ്മ എന്ന് പറയാറുണ്ട്. ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ പറയുന്ന ഉമ്മ എന്ന് പറയുന്ന പ്രയോഗങ്ങളൊക്കെയും വളരെ വ്യത്യസ്തമാണ്. ഒരു മനുഷ്യൻ എൻ്റെ ഉമ്മ എന്ന് പറയുന്നതിലൂടെ പ്രഥമ ദൃഷ്ട്യാ തന്നെ മനസ്സിലേക്ക് ഓടി വരുന്ന ആശയം ഈ പദങ്ങൾക്കൊന്നും ആരും കൊടുക്കാറില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആന് ഈ പോറ്റുമ്മയെ സംബന്ധിച്ച് പറഞ്ഞപ്പം അവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ള എന്താണ്? നിങ്ങൾക്ക് മുലയൂട്ടിയിട്ടുള്ള നിങ്ങളുടെ ഉമ്മമാർ, ഉമ്മഹാത്തുക്കുമുല്ലാത്തി അർളഅനക്കും, നിങ്ങൾക്ക് മുല കൂട്ടിയ നിങ്ങളുടെ ഉമ്മമാർ എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് ഉമ്മഹാത്തുഹും ഇല്ലല്ലായി വലദിനഹും, അവരെ പ്രസവിച്ച സ്ത്രീകളാണ് അവരുടെ മാതാക്കൾ എന്ന് ഒരിടത്ത് പറയുന്നു. അത് യഥാർത്ഥ ഉമ്മമാരെ പറ്റിയാണ്. ഇത് ഏതൊരു മനുഷ്യനും പ്രഥമദൃഷ്ട്യാ ബോധ്യാവുന്ന സംഗതിയാണ്. ഉമ്മഹാത്തുക്കുമുല്ലാത്തി അർളഅനക്കും, നിങ്ങൾക്ക് മുലയൂട്ടിയിട്ടുള്ള നിങ്ങളുടെ മാതാക്കൾ എന്നവിടെ മുലകൂട്ടിയ എന്ന പ്രത്യേക വിശേഷണം പറഞ്ഞുകൊണ്ടാണ് അവിടെ ഉമ്മമാരെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതെങ്ങനെയാണ് പരസ്പര വിരുദ്ധമാവുന്നത്? അപ്പോൾ ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം ജബ്ബാർ എന്ന് പറയുന്നത് തനിക്ക് ഖുർആൻ മനസ്സിലാകുന്നില്ല, തനിക്ക് അറബി ഭാഷ അറിയില്ല എന്നൊക്കെയാണ്. അപ്പോൾ ഈ വിവരം കെട്ട വരുത്താൻ ഈ രീതിയിലൊക്കെ വിളിച്ചു പറയുന്നു എന്നുള്ളതേ നമ്മളതിനെപ്പറ്റി മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ സംബന്ധിച്ച് അവർ വിശ്വാസികളുടെ മാതാക്കളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നതാണ് ജബ്ബാർ പറയുന്ന മറ്റൊരു കാര്യം. വാസുവാജുഹു ഉമ്മഹാത്തുഹും, അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ അവരുടെ മാതാക്കളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലെന്താണ് അത്ഭുതമുള്ളത്? ഒരു ജനനായകൻ, ഒരു വിഭാഗത്തിൻ്റെ നായകൻ ആ വിഭാഗത്തിൻ്റെ പിതാവിൻ്റെ സ്ഥാനത്താണ് നിൽക്കുക.
അവരുടെ നന്മകളിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് അയാൾ അവരുടെ നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണ് പലപ്പോഴും അവരോട് കാര്യങ്ങൾ പറയാറുള്ളതും അവരെ മുമ്പോട്ട് നയിക്കാറുള്ളതും. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെ സംബന്ധിച്ച് അവരുടെ മാതാക്കളുടെ സ്ഥാനത്ത് കൊണ്ട് നിർത്തും ചെയ്യാറുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ആധുനിക രാഷ്ട്ര സംവിധാനത്തിൽ. ഇപ്പം ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇന്ത്യയിലെ രാഷ്ട്രപിതാവാരാ? ഗാന്ധിജിയാണ്. അപ്പോൾ ജബ്ബാറിൻ്റെ ഭാഷ അനുസരിച്ച് ഗാന്ധിജി പ്രസവിച്ചതാണ് ഇന്ത്യ എന്ന് വരും. അങ്ങനെ അവിടെ ഇന്ത്യയിൽ ആരും മനസ്സിലാക്കാറില്ല. അല്ലെങ്കിൽ ഇന്ത്യയിലെ മനുഷ്യരൊക്കെ ഗാന്ധിജിൻ്റെ മക്കളാണ്, ഗാന്ധിജീൻ്റെ ഭാര്യമാരാണ് അവരൊക്കെ പ്രസവിച്ചത് എന്നാണോ ജബ്ബാർ മനസ്സിലാക്കണമെന്ന് അറിയാം. അപ്പോൾ ഏതൊരു ഭാഷയിലും ഏതൊരു രാജ്യത്തിലും ഏതൊരു കാലഘട്ടത്തിലും ചില പ്രയോഗങ്ങൾ മനുഷ്യരെ സംബന്ധിച്ച് പ്രയോഗിക്കാറുണ്ട്. ഇപ്പോൾ നമ്മളുടെ രാഷ്ട്രപിതാവല്ല, രാഷ്ട്രപതിയുടെ ഭാര്യയെ സംബന്ധിച്ച് പറയാറുള്ളത് പ്രഥമ വനിത എന്നാണ്. അത് വേണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യയെ സംബന്ധിച്ച്, പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഭാര്യയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള സ്ത്രീയെ സംബന്ധിച്ചോ ഒക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ പ്രഥമ വനിത എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? ഈ നാട്ടിലെ ആദ്യത്തെ പെണ്ണാണ് ഈ പെണ്ണ്. അങ്ങനെ ആരെങ്കിലും അതിനർത്ഥം കൊടുക്കാറുണ്ടോ? അപ്പോൾ യുക്തിവാദം എന്ന് പറഞ്ഞിട്ട് യുക്തിരഹിതമായിട്ടുള്ള എന്തൊക്കെയോ വിളിച്ചു പറയാം. എന്നിട്ട് കവലച്ചട്ടമ്പികളെ പോലെ ഖുർആൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അള്ളാഹുവിനെയും ഇസ്ലാമിനെയും ഒക്കെ തെറി പറയാം. ഇതാണ് ഇവിടെ ജബ്ബാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ജബ്ബാർ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു കവലച്ചട്ടമ്പിയാണ്, ദുഷ്ടബുദ്ധിയാണ്, അഹങ്കാരിയാണ് എന്ന് പറയാതെ വയ്യാന്നുള്ളതാണ്. അത് ജബ്ബാറിൻ്റെ ഓരോ പ്രസംഗത്തിലും അല്ലെങ്കിൽ അയാൾ ഖുർആൻ ക്ലാസ് എന്ന നിലക്ക് നടത്തുന്ന അയാളുടെ ഓരോ പരിപാടിയിലും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇയാളെപ്പോലെ അല്ലെങ്കിൽ ഇയാളുടെ കൂട്ടുകാരായിട്ടുള്ള ചിലരുണ്ട്, അവരെപ്പോലെ ഒന്നും ഇസ്ലാമിനെ വിമർശിക്കുന്ന ഇസ്ലാമിൻ്റെ എതിരാളികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആനിനെ ഒന്നും ഈ വിധത്തിൽ ആക്ഷേപിക്കാറില്ല. അവർ ഖുർആനെ ഇസ്ലാമിനെ വിമർശിക്കുന്നുള്ളത് ശരിയാണ്, ആ വിമർശനം നമ്മൾ സ്വാഗതം ചെയ്യുന്നതുമാണ്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് യാതൊരു മാന്യതയില്ല. അതുപോലെ തന്നെ പ്രതിപക്ഷ മര്യാദ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അത് ഇവരുടെ രക്തത്തിൽ എവിടെയും അല്ലെങ്കിൽ ഇവരുടെ സ്വഭാവത്തിൽ എവിടെയും നമ്മൾക്ക് കണ്ടെത്താൻ കഴിയാത്ത ഒരു സംഗതി കൂടിയാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്.